റസൂൽ പൗലോസ് റുമാനിയക്കാർക്കെഴുതിയ റിസാലാത്ത് അധ്യായം 4. ആകയാൽ ശാരീരികമായി നമ്മുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ഇബ്രാഹിം അവൻ്റെ അമലുകൾ കൊണ്ടാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് മദഹിന് വകയുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ സാധ്യമല്ല. കിതാബുൽ മുഖദ്ദസിൽ പറയുന്നത് എന്താണ്? ഇബ്രാഹിം അള്ളാഹുവിൽ ഈമാൻ അർപ്പിച്ചു. അത് കാരണം അള്ളാഹു അവനെ സ്വാലിഹായവനെന്ന് കണക്കാക്കി. ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കുന്നത് സ്വതക്കയായിട്ടല്ല, അവകാശമായിട്ടാണ്. അമലുകൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ ഈമാൻ അർപ്പിക്കുന്നവൻ്റെ ഈമാൻ നീതിയായി പരിഗണിക്കപ്പെടുന്നു. അമലുകൾ നോക്കാതെ തന്നെ സ്വാലിഹായവനെന്ന് അള്ളാഹു പരിഗണിക്കുന്നവൻ്റെ നസീബ് ദാവൂദ് ഇപ്രകാരം വർണ്ണിക്കുന്നു: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾ മറച്ചും കിട്ടിയവർ നസീബുള്ളവർ. റബ്ബ് പാപത്തിൻ്റെ കുറ്റം കണക്കാക്കാത്തവൻ നസീബുള്ളവൻ. സുന്നത്തുകർമ്മം ചെയ്തവർക്ക് മാത്രമുള്ളതാണോ ഈ നസീബ്, അതോ സുന്നത്തുകർമ്മം ചെയ്യാത്തവർക്കുമുള്ളതോ? ഇബ്രാഹിമിൻ്റെ ഈമാൻ നീതിയായി അള്ളാഹുവിനാൽ കണക്കാക്കി എന്നാണല്ലോ നാം പറയുന്നത്. എങ്ങനെയാണത് പരിഗണിക്കപ്പെട്ടത്? അവൻ സുന്നത്ത് കർമ്മം ചെയ്തതിന് ശേഷമോ ചെയ്യുന്നതിന് മുമ്പോ? സുന്നത്ത് കർമ്മം ചെയ്തതിന് ശേഷമല്ല, സുന്നത്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ്. സുന്നത്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഇബ്രാഹീമിന് ഉണ്ടായിരുന്ന ഈമാൻ മൂലം അവന് ലഭിച്ച നീതിയുടെ ചിഹ്നമായിട്ടാണ് സുന്നത്ത് കർമ്മം ഇബ്രാഹീമിന് ലഭിച്ചത്. ഇത് സുന്നത്ത് കർമ്മം കൂടാതെ അള്ളാഹുവിലുള്ള ഈമാൻ മൂലം നീതീകരിക്കപ്പെടുന്ന എല്ലാവർക്കും ഇബ്രാഹിം ബാപ്പയാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി കണക്കാക്കുവാനുമായിരുന്നു. ഇബ്രാഹിം സുന്നത്ത് കർമ്മം ചെയ്തവരുടെ ബാപ്പയാകുന്നു. അത് അവർ സുന്നത്ത് കർമ്മം ചെയ്തതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ബാപ്പയായ ഇബ്രാഹീമിന് സുന്നത്ത് കർമ്മത്തിന് മുമ്പുണ്ടായിരുന്ന അതേ ഈമാനെ അനുഗമിച്ചതുകൊണ്ടാണ്. ഈ ദുനിയാവിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദത്തം ഇബ്രാഹിമിനോ അവൻ്റെ മക്കൾക്കോ ലഭിച്ചത് ശരീഅത്തിലൂടെയല്ല, ഈമാൻ്റെ നീതിയിലൂടെയാണ്. ശരീഅത്തിനെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ ഈമാൻ അർത്ഥമില്ലാത്തതും വാഗ്ദത്തം ഫായിദയില്ലാത്തതുമായി തീരും. ശരീഅത്ത് കോപത്തിന് കാരണമാണ്. ശരീഅത്ത് ഇല്ലാത്തിടത്ത് അത് ലംഘിക്കുന്ന പ്രശ്നവുമില്ലല്ലോ. അതുകൊണ്ട് വാഗ്ദത്തം നൽകപ്പെട്ടത് ഈമാൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ സ്വതക്കയായിരിക്കുന്നതിനും അങ്ങനെ ഇബ്രാഹീമിൻ്റെ എല്ലാ മക്കൾക്കും ശരീഅത്ത് ലഭിച്ച മക്കൾക്ക് മാത്രമല്ല, ഇബ്രാഹീമിൻ്റെ ഈമാനിൽ പങ്കുചേരുന്ന മക്കൾക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. കാരണം ഇബ്രാഹിം ഈമാനുള്ള നമ്മളെല്ലാവരുടെയും ബാപ്പയാണ്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് ബാപ്പയാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മൗത്തായവർക്ക് ഹയാത്തും അളമത്ത് ഇല്ലാത്തവർക്ക് അളമത്തും നൽകുന്നവൻ്റെ മുമ്പിൽ ഇബ്രാഹിം ഈമാൻ അർപ്പിച്ച അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദത്തം. നിന്റെ മക്കൾ ഇങ്ങനെ ആയിത്തീരും എന്ന് അള്ളാഹുവിനാൽ അരുളി ചെയ്തിരുന്നതുകൊണ്ട് ബഹുജാതികൾക്ക് ബാപ്പയാകുമെന്ന് ആശ വെക്കാൻ സാധ്യതയില്ലാതിരുന്നിട്ടും ആശയോടെ ഇബ്രാഹിം അള്ളാഹുവിൽ ഈമാൻ അർപ്പിച്ചു. 100 വയസ്സായതുകൊണ്ട് അവൻ്റെ ശരീരം ഉപ്പയാകാനുള്ള പ്രായം കഴിഞ്ഞു എന്നും സാറായുടെ ഗർഭപാത്രം നിർജീവമായി പോയെന്നും അറിയാമായിരുന്നിട്ടും ഇബ്രാഹിമിൻ്റെ ഈമാൻ കുറഞ്ഞു പോയില്ല. ഈമാൻ ഇല്ലാത്തവനെപ്പോലെ അള്ളാഹുവിൻ്റെ വാഗ്ദത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. എന്നാൽ അള്ളാഹുവിനെ തംജീദ് ചെയ്തുകൊണ്ട് അവൻ ഈമാനിനാൽ ഖുവ്വത്ത് പ്രാപിച്ചു. വാഗ്ദത്തം ചെയ്തത് നിറവേറ്റാൻ അള്ളാഹുവിന് കഴിയുമെന്ന് ഇബ്രാഹിമിന് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിമിൻ്റെ ഈമാൻ അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല, നമുക്കും കൂടിയാണ്. ഈസാ അൽ മസീഹ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മൗത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മെ കുറ്റമില്ലാത്തവരായി അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഉയർക്കുകയും ചെയ്തു. നമ്മുടെ റബ്ബായ ഈസാ അൽ മസീഹിനെ മൗത്തായവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ ഈമാൻ അർപ്പിക്കുന്ന നമ്മളെയും സ്വാലിഹായവനെന്ന് അത് കണക്കാക്കും.